വെൽക്കം ടു സ്റ്റുഡന്റ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പറയുന്നത് 10th ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നോക്കി എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ, തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നോക്കിയത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രോബ്ലംസും അതുപോലെ തന്നെ കുറച്ച് തിയറി പാർട്ടുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഇതിന് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം പറയുന്നത്, ഇഫ് എ ബൾബ് ഈസ് lit after rejoining the parts of a broken filament, what happens to the intensity of the bulb? What will be the change in power of the bulb? എന്നാണ് ചോദ്യം. അതായത് ഒരു ഇൻകാൻഡസെന്റ് ബൾബ്, നമ്മുടെ മഞ്ഞ ബൾബില്ലേ, ആ ബൾബ് എന്ത് ചെയ്തിരിക്കുകയാണ്, പൊട്ടി. ആ പൊട്ടിയ ബൾബിനെ നമ്മൾ ഫിലമെന്റ് ഒക്കെ റീജോയിൻ ചെയ്തു, പാർട്സ് ഒക്കെ റീജോയിൻ ചെയ്ത ശേഷം കത്തിക്കുകയാണ്. അങ്ങനെ കത്തിക്കുമ്പോൾ ആ ബൾബിന്റെ ബ്രൈറ്റ്നെസ്സിന് അല്ലെങ്കിൽ ഇന്റൻസിറ്റിക്ക് എന്ത് വ്യത്യാസം വരും, അതിന്റെ പവർ അതിന് എന്ത് വ്യത്യാസം വരും എന്നാണ് ചോദ്യം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. The brightness will be brighter usually for a short time until the filament fails because of over voltage, as the rejoined filament is shorter as the applied voltage is still the same. ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കറിയാം. അതായത് ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നല്ലോണം ബ്രൈറ്റ് ആയിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തും. എപ്പോ വരെ ആ ഫിലമെന്റ് കെട്ടുപോകും. എങ്ങനെ കെട്ടുപോകാൻ കാര്യം, അല്ലെങ്കിൽ അത് കത്തൽ നിന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? അതിന് ഓവർ വോൾട്ടേജ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് റീജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫിലമെന്റ് എന്ന് പറയുന്നത് ഷോർട്ടർ ആയി പോകും, കുഞ്ഞതായിട്ട് പോകും. ഇത് പൊട്ടിയതല്ലേ, അപ്പൊ നമ്മൾ റീജോയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ചെറുതായി പോകും. പക്ഷെ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, സെയിം തന്നെയാണ്. കൊടുക്കുന്ന വോൾട്ടേജിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോ ഇത് ഫിലമെന്റ് എന്ന് പറയുന്നത് ചെറുതാവും. അപ്പൊ അതിൽ കറണ്ട് ഓവർഫ്ലോ അതുകൊണ്ട് ഈ ഫിലമെന്റ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുവരെ മാത്രം ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും, കത്തും എന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഹൗ ഫാർ ദ ഫ്യൂസ് വയർ എൻഷുവേഴ്സ് സേഫ്റ്റി. ഫ്യൂസ് വയർ എങ്ങനെയാണ്, എത്രമാത്രം സേഫ്റ്റി ഫ്യൂസ് വയർ എൻഷുർ ചെയ്തിട്ടുണ്ട്, ഫ്യൂസ് വയറിന്റെ ഭാഗം, ഫ്യൂസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. നോക്കാം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഹൗ എന്ന് ചോദിച്ചാലും ഹൗ ദ ഫ്യൂസ് വയർ എൻഷുർ സേഫ്റ്റി, ഹൗ ഫാർ, അല്ലെങ്കിൽ എങ്ങനെ, ഏതൊക്കെ രീതിയിൽ എന്നൊക്കെ ചോദിച്ചാലൊക്കെ സെയിം ഉത്തരവായിട്ട് തന്നെ എഴുതാൻ പറ്റണം. നമുക്ക് നോക്കാം. If the heat that flows in a circuit exceeds the permissible limit, the heat generated becomes excessive. Since more heat is generated in unit time than heat transmitted, the fuse wire melts. എന്താണ് പറയുന്നത്? If the heat that flows in a circuit exceeds, അതായത് ഒരു സർക്യൂട്ടിൽ കൂടെ പോകുന്ന ഹീറ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ചൂട് കൂടിക്കഴിഞ്ഞാൽ, പെർമിസിബിൾ ലിമിറ്റ്, അതായത് അനുവദിച്ചിരിക്കുന്ന ലിമിറ്റിനേക്കാൾ ഹീറ്റ് ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ആയി കഴിഞ്ഞാൽ, അതായത് ഓവർ ലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് ഹീറ്റ് കൂടുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഹീറ്റ് എന്ന് പറയുന്നത് കൂടും അല്ലെ. ചൂട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ആവശ്യത്തിലധികം ഹീറ്റ് അവിടെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിൻസ് മോർ ഹീറ്റ് ഇസ് ജനറേറ്റഡ്, കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തത് കൊണ്ട് യൂണിറ്റ് ടൈമിൽ, അതായത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ എന്താ പറയുക, അതിൽ കൂടെ ട്രാൻസ്മിറ്റ്, ആ സർക്യൂട്ടിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹീറ്റ് ആ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫ്യൂസ് വയർ മെൽറ്റ് ആയി പോകും. മനസ്സിലായില്ലേ? ഇഫ് ദ ഹീറ്റ് ദാറ്റ് ഫ്ലോസ് ഇൻ എ സർക്യൂട്ട് എക്സീഡ്സ് ദി പെർമിസിബിൾ ലിമിറ്റ്, the heat generated becomes excessive. Since more heat is generated in unit time than heat transmitted, the fuse wire melts. Okay? അടുത്ത ചോദ്യം, അടുത്തൊരു സിമ്പിൾ ആയിട്ട് ചോദ്യം, why are household appliances അല്ലെങ്കിൽ household connected in parallel? household appliances എന്തുകൊണ്ടാണ് പാരലൽ കണക്ഷനിൽ വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. They can be controlled individually using switches. അതായത് ഒരു അപ്ലയൻസിൽ കേട് വന്നാലും ആ അപ്ലയൻസിനെ മാത്രമേ ബാധിക്കൂ. അതാണ് നമ്മുടെ പാരലലിന്റെ കേസിൽ പറഞ്ഞത്. പാരലലിന്റെ സീരീസിന്റെ ഡിഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അപ്ലയൻസ് മാത്രം കേടല്ല, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ മാത്രം കേടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇൻഡിവിജ്വലി, അതിനെ മാത്രം നേരെയാക്കാൻ, ബാക്കിയുള്ള എനിക്ക് ഇൻഡിവിജ്വലി സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇൻഡിവിജ്വലി സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ ഫീച്ചറുള്ളതുകൊണ്ടാണ് പാരലൽ കണക്ഷൻ വീട്ടിലെല്ലാം വെച്ചിരിക്കുന്നത്. ഇനി
അടുത്തൊരു ചോദ്യം, ഇതും ഫ്യൂസ് വയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ വൈൽ കണക്ടിങ് എ ഫ്യൂസ് വയർ? ഒരു ഫ്യൂസ് വയർ കണക്ട് ചെയ്യാം, അങ്ങനെ വെറുതെ കണക്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒരു 3-4 പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. The ends of fuse wire must be connected firmly at appropriate points. അതായത് ഫ്യൂസ് വയറിന്റെ അറ്റങ്ങൾ അപ്രോപ്രിയേറ്റ് ഏതൊക്കെയാണോ കണക്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആ പോയിന്റുകളിൽ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദി കാരിയർ ബേസ്. അതായത് അത് വെച്ചിരിക്കുന്ന ആ ബേസിന്റെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കരുത്, അത് പൊങ്ങിയൊന്നും നിൽക്കരുത്, പുറത്തേക്കൊന്നും നിൽക്കരുത്. എന്ത് ഫ്യൂസ് വയറിന്റെ അറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ദ ഫ്യൂസ് വയർ ഓഫ് അപ്രോപ്രിയേറ്റ് ആംപറേജ് ഷുഡ് ബി സെലക്ടഡ്. നമ്മൾ ഫ്യൂസ് വയർ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ആംപറേജ് നോക്കിയിട്ട് വേണം ഫ്യൂസ് വയർ സെലക്ട് ചെയ്യാൻ. ദേ ഷുഡ് ബി കണക്ടഡ് ഇൻ സീരീസ് വിത്ത് ദി സർക്യൂട്ട്. സീരീസ് എങ്ങനെയാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരീസ് ആയിട്ട് വേണം ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ. അപ്പൊ ഈ പറഞ്ഞ 4 പോയിന്റ്സ് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാൻ എഴുതിയെടുത്തോളൂ. The ends of fuse wire must be connected firmly at appropriate points. Correct points connect ചെയ്യാം. The fuse wire should not project out of the carrier base. Carrier base ന്ന് പുറത്തേക്ക് നിൽക്കരുത്. The fuse wire of appropriate amperage should be selected. Correct amperage ആയിരിക്കണം. They should be connected in series with the circuit. സർക്യൂട്ടിൽ സീരീസ് ആയിട്ടായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ. ഒരു പ്രോബ്ലം വായിക്കാം. A bulb of resistance 920 ohm works on 230 volt supply. Calculate the quantity of heat generated in 3 minutes. ഹീറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി വെക്കാം. ഒരു ബൾബാണ്, അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? R is equal to 920 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. സോറി 920 ഓം എന്ന് തന്നിട്ടുണ്ട് അല്ലെ. യൂണിറ്റ്സ് എപ്പോഴും എഴുതാൻ മറക്കരുത്. ഇനി നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 ആണ് തന്നത്. 230 വോൾട്ട് ഹൗസ് ഹോൾഡ് സപ്ലൈ ആണ്. ഇനി ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റ്സ് ആണ്. ഈക്വൽ ടു T is equal to 3 minutes equal to 3 into 60. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 3 മിനിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് സെക്കൻഡിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഏത് കണക്ക് വന്നാലും സെക്കൻഡിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹീറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എച്ചിന്റെ ഇക്വേഷൻ എന്താ? H is equal to I square RT ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? I തന്നിട്ടില്ല അല്ലെ. അപ്പൊ I തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ തന്നിട്ടുള്ള സാധനം കൊണ്ട് നമുക്ക് I ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കാം. I is equal to എന്താണ്? V by R ആണ് അല്ലെ. I is equal to V by R ആണ്. ഇവിടെ V ഉണ്ട്, എന്താ പറയാ, R ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? I is equal to V by R ആണ്. അപ്പൊ H is equal to എന്ത് വരും? I സ്ക്വയർ എന്നുള്ളതല്ല. അപ്പൊ V സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു R T എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ഒരു സ്ക്വയറിൽ ആറും ഈ ആറും ക്യാൻസൽ ആയി. അപ്പൊ എങ്ങനെ വരും? V സ്ക്വയർ T ബൈ R എന്ന് വരും അല്ലെ. V സ്ക്വയർ T ബൈ R. അപ്പൊ ഇതാണ് നമ്മുടെ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള, നമുക്ക് ആ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് എല്ലാത്തിനും ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഇവിടെ തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? Hന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയാണ്? ആറും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ V ബൈ R ആണ്. അപ്പൊ നമ്മൾ ഐക്ക് പകരം I സ്ക്വയറിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, V ബൈ R എന്നുള്ളത്. അപ്പൊ V സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു R T. ഈ R T അതേപോലെ എടുത്ത് എഴുതി. മുകളിലത്തെ ഒരു ആറും താഴത്തെ ഒരു ആറും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എന്താ പറയാ ഇട്ട് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 230 സ്ക്വയർ അല്ലെ. വോൾട്ടേജ് 230 സ്ക്വയർ ഇൻറ്റു ടൈം എത്രയാണ്? 3 ഇൻറ്റു 60. ഞാൻ അതുപോലെ തന്നെ എഴുതാണ് ബൈ R. റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 920 ആണ്. 920 ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 10350 ജൂൾ എന്ന് കിട്ടും. ഇമ്പോർട്ടന്റ് ജൂൾ എന്നുള്ളത് അതിന്റെ യൂണിറ്റ് ആണ്, ഹീറ്റിന്റെ യൂണിറ്റ് ആണ്, നിർബന്ധമായിട്ടും എഴുതുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹീറ്റ് ജനറേറ്റഡ് കിട്ടി. ഇതേപോലെ ഇതിൽ വാല്യൂസിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ ചോദ്യത്തിന് വരെ മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യവും ഒരു പ്രോബ്ലം ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചോദ്യം തന്നെ വേറൊരു മെത്തേഡ് നമുക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരട്ടെ. ഈ ചോദ്യം ഞാൻ വേറൊരു മെത്തേഡിൽ ചെയ്ത് കാണിച്ചു തരാം. I is equal to V by R ആണല്ലോ. നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഈ I കണ്ടുപിടിക്കാം. I is equal to V by R ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് V by R കണ്ടുപിടിക്കാം. V എത്രയാണ്? 230 ആണ്. 230 by 920. 230 by 920 ചെയ്യുമ്പോൾ 1/4 വരും. മനസ്സിലായോ? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H is equal to
ഐ സ്ക്വയർ ആർ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും 1/4 സ്ക്വയർ ഹോൾ സ്ക്വയർ, അതാണ് ഐ എന്ന് പറയുന്നത്, ഇൻറ്റു ആർ എത്രയാണ്, ആർ 90 വേണ്ടി തന്നിട്ടുണ്ട്, ഇൻറ്റു ടൈം 3 × 60 അങ്ങനെയല്ലേ വരിക? അതെ, കറക്റ്റ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ സെയിം 10350 ജൂൾ എന്ന് വരും. എങ്ങനെ ചെയ്താലും ഇത് സെയിം ആയിട്ട് വരും. രണ്ട് രീതിയിൽ ചെയ്യാം, ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വായിച്ച് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. പ്രോബ്ലംസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാതിരുന്നാൽ കിട്ടില്ല. ചെയ്ത് നോക്കും, 1, 2, 3, 4 തവണയൊക്കെ ചെയ്ത് നോക്കുക. ആദ്യം ഒരു തവണ നോക്കി ചെയ്യുക, രണ്ടാമത്തെ തവണ നോക്കാതെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും നോക്കുക. അങ്ങനെ ഇംപ്രൂവ് ചെയ്തിട്ട് നോക്കുക. ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കാതെ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഹീറ്റ് ഡെവലപ്പ് വെൻ കറന്റ് പാസസ് ത്രൂ എ കണ്ടക്ടർ? ഒരു കണ്ടക്ടറിൽ എന്താ പറയാ, ഹീറ്റ് പാസ് ചെയ്യുന്ന കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഹീറ്റ് ഉണ്ടാവുമല്ലോ. കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു സർക്യൂട്ടിൽ ഹീറ്റ് പാസ് വരുമല്ലോ. ആ ഹീറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോ എന്തൊക്കെയാണ്? ഒന്ന്, ഇലക്ട്രിക് കറണ്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. രണ്ടാമത്തെ റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റും കൂടും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ടൈം ആണ്. എത്ര ടൈം കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു, കുറെ നേരമായി കഴിഞ്ഞാൽ ഹീറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് ഞാൻ പറയില്ല, ഇതൊരു നോട്ട് പോയാണ്, ഇത് പഠിച്ചു വെക്കുക. ഞാൻ പല ചോദ്യത്തിലും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും പല രീതിയിൽ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്താ പറയാ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് H = I² RT, നമ്മുടെ ജൂൾസ് ലോ H = I² RT. ഈ H = I² RT പല സാധനങ്ങൾ, ഈ ഫാക്ടേഴ്സിൽ പലതിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഹീറ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നതാണ് കറണ്ടിനെ നമ്മൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 2I ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഫാക്ടറും ഹീറ്റിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇവിടെ 2I ആക്കി കഴിഞ്ഞാൽ നേരെ എന്ത് സംഭവിക്കും? ഇത് 4 ആവും അല്ലേ? ഇത് I² ആണ്, അപ്പൊ ഇത് 4 ആവും. 4 ടൈംസ് ആയിട്ട് ഹീറ്റ് മാറും. വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ I² എന്ന് പകരം I², 2I² ആവും. RT 2I എന്ന് പറയുമ്പോൾ 4I² RT ആവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ 4 ടൈംസ് 4H ആയിട്ട് മാറും. ശരിയല്ലേ? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? നമ്മളിവിടെ കറണ്ട് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് 4 ടൈം ആവും. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഹാഫ് ആക്കി കഴിഞ്ഞാൽ by2 ആക്കി കഴിഞ്ഞാൽ R/2 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് R/2 ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് എന്ന് പറയുന്നത് എത്ര ടൈം ആയിട്ട് പോകും? ഹാഫ് ടൈം ആയിട്ട് മാറും. ഇത് 4 ടൈം, ഇത് ഹാഫ് ടൈം ആയിട്ട് കുറയും. അടുത്തെന്ന് പറയുന്നത് കറണ്ടിനെ നമ്മൾ 1/2 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? I/2 ആക്കി, സോറി 1/2 അതെ, I/2 ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റും 1/2 ടൈംസ് ആയിട്ട് കുറയും. ഇനി അടുത്ത കറണ്ട്, സോറി ചെറിയൊരു തെറ്റ് പറ്റി കേട്ടോ. കറണ്ട് നമ്മൾ 1/2 ടൈംസ് ആക്കി കുറച്ച് കഴിഞ്ഞാൽ 1/4 ടൈംസ് ആയിട്ടാണ് നമ്മുടെ ഹീറ്റ് ആവുക. 1/4 ടൈംസ് ആയിട്ട് കുറയും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതായത് H = I² RT ആണ് അല്ലെ? H = I² RT ആണ്. I എന്ന് പറയുന്നത് എത്ര? 1/2 ആക്കിയില്ലേ? അപ്പൊ 1/2 ഹോൾ സ്ക്വയർ RT വരും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ നമ്മൾ 1/2 ആക്കി കഴിഞ്ഞാൽ 1/2 സ്ക്വയർ RT വരും. അപ്പൊ I²/2 സ്ക്വയർ എത്രയാ? 4 RT. H അപ്പൊ എത്രയായി? I² RT/4 എന്ന് വന്നില്ലേ? അപ്പൊ H/4 ആയിട്ട് മാറിയില്ല അത്? ശരിയല്ലേ? നമ്മുടെ ആദ്യം ഇനീഷ്യൽ I² RT എന്നുള്ള by4 എന്ന് വന്ന പകുതി 4 ഭാഗമായിട്ട് കുറഞ്ഞില്ലേ? അടുത്തെന്ന് പറയുന്നത് I² കഴിഞ്ഞു. ഇനി ടൈം നമ്മുടെ സമയത്തിൽ വ്യത്യാസം. എത്ര നേരം നമ്മൾ പറഞ്ഞത് റെസിസ്റ്റൻസിന്റെയും കറണ്ടിന്റെയും കാര്യങ്ങളും ടൈം നോക്കാം. ടൈമിൽ വ്യത്യാസം വരുത്തിയാൽ എന്ത് സംഭവിക്കും? ടൈമിന് നമ്മൾ 2I ആക്കാണ്. രണ്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ, സോറി 2I അല്ല 2T ആക്കാണ്. ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹീറ്റും 2H ആയിട്ട് മാറും. അതുപോലെ ടൈമിന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പകുതി ആക്കി കഴിഞ്ഞാൽ ഇവിടെ 1/2H ആയിട്ട് മാറും. അപ്പൊ ഓർത്ത് വെക്കുക, വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ കറണ്ടിന് ഡബിൾ ചെയ്തു, ഹീറ്റ് 4 ടൈംസ് ആയിട്ട് മാറി. കറണ്ട് 1/2 ആക്കി കഴിഞ്ഞാൽ 1/2 ടൈംസ് ആയിട്ട് ഹീറ്റ് മാറും. ഇനി അടുത്തത് നമ്മൾ കറണ്ട് റെസിസ്റ്റൻസിന് 2 ആക്കിയപ്പോ 1/2 ടൈംസ് ആയിട്ട് മാറി. കറണ്ടിന് നമ്മൾ പകുതി ആക്കിയപ്പോ 1/4 ടൈംസ് ആക്കിയിട്ട് ഹീറ്റ് കുറഞ്ഞു. ടൈമിന് നമ്മൾ ഇൻറ്റു 2 ചെയ്തപ്പോ ഹീറ്റ് എന്ന് പറയുന്നത് 2 ടൈം ആയിട്ട് കൂടി. ടൈമിന് നമ്മൾ പകുതി ആക്കിയപ്പോ
ഹീറ്റും പകുതിയായി എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അടുത്തത് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. നിങ്ങൾ കുറെ പ്രോബ്ലംസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് ചെയ്താലേ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രോബ്ലം ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഇസ് ദ കറന്റ് ഇഫ് 12 ohm and 4 ohm resistors are connected in parallel and 12 volt is applied? അതായത് കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. 12 ഓമിന്റെയും 4 ഓമിന്റെയും രണ്ട് റെസിസ്റ്റേഴ്സുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഉള്ള കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്നത് എത്രയാണ്? 12 ഓം ആണ്. ആദ്യം എപ്പോഴും ചോദ്യം കിട്ടിയ തന്നതൊക്കെ എഴുതി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ തന്നതൊക്കെ എഴുതി വെക്കുക. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. ഇനി 4 ഓം തന്നിട്ടുണ്ട്. R2 എന്ന് പറയുന്നത് 4 ഓം ആണ് തന്നിട്ടുണ്ട്. അടുത്ത എന്താണ് തന്നിരിക്കുന്നത്? V എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ഇത് പാരലൽ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാരലൽ ആയ സ്ഥിതിക്ക് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായി? ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ എത്ര കിട്ടും? 12 പ്ലസ് 1/12 പ്ലസ് 1/4 എന്ന് വരും. ശരിയല്ലേ? 12ഉം 4ഉം ആണ്. അപ്പൊ 1/12ഉം 1/4 ഈക്വൽ ടു 4 പ്ലസ് 12/12 ഇൻറ്റു 4. ശരിയല്ലേ? 4 ഇൻറ്റു 1 4, 12 ഇൻറ്റു 1 12/12 ഇൻറ്റു 4. നമ്മൾ LCM എടുത്തു. ഇനി അടുത്ത് 4 പ്ലസ് 12 എത്രയാണ്? 16/48 എന്ന് വരും. 16/48 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഈ 1/3 ഇത് 1/R ആണ്. 1/3 എന്ന് പറയുന്നത് ശരിയല്ലേ? നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നത് 1/R ആണ്. നമ്മൾ ഇതിനെ R ആക്കുമ്പോൾ എന്ത് ചെയ്യും? R ഈക്വൽ ടു 3 എന്ന് വരും. ഈ 1 പോകും. ശരിയല്ലേ? അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയ എത്ര? R എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കാര്യം ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന കറണ്ട് I is equal to V/R ആണ്. നമുക്ക് റെസിസ്റ്റൻസ് അറിയില്ലായിരുന്നു. സോ നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. V തന്നിട്ടുണ്ട്. അപ്പൊ I is equal to V/R എന്ന് പറയുമ്പോൾ എത്ര വരും? V 12 ആണെന്ന് 12/3 is equal to 4 ആംപിയർ ആണ് ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മൾ ആദ്യം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച ശേഷം നമ്മൾ കറണ്ടിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറി ചോദിക്കുക. ഈ ചോദ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്തെങ്കിലും ചോദിക്കുക, നമ്മൾ പറഞ്ഞു തരും. എങ്ങനെയായാലും നിങ്ങളുടെ ഡൗട്ട്സ് നമ്മൾ ക്ലാരിഫൈ ചെയ്തു തരും. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യനോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. A bulb is designed to work in 230 volt. The resistance of the filament is 529 ohm. If the bulb works at 115 volt, what will be the power? നമുക്ക് ആദ്യം തന്ന സാധനങ്ങളൊക്കെ എഴുതാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ബൾബിന്റെ എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. 230 വോൾട്ടും തന്നിട്ടുണ്ട്. V is equal to 230 വോൾട്ട്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R is equal to 529 തന്നിട്ടുണ്ട്. 529 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. വേറെ ഇത് V1 ആയിട്ട് എടുക്കാം. V2 എന്ന് പറയുന്ന വേറൊരു വോൾട്ടേജും കൂടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 115. അപ്പോ നമ്മൾ എടുക്കാൻ പോകുന്ന ഇവിടെ കണ്ടുപിടിക്കുന്നത് പവർ ആണ്. ആദ്യം നമ്മൾ V1 വർക്ക് ചെയ്യുമ്പോഴുള്ള പവറും പിന്നെ V2 വർക്ക് ചെയ്യുമ്പോഴുള്ള പവറും കണ്ടുപിടിക്കണം. പവർ എന്ന് പറയുന്ന ഇവിടെ P is equal to IV എന്നുള്ള ഇക്വേഷൻ നമുക്ക് പറ്റില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് V²/R ആണ്. അതായത് നിങ്ങൾ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റില്ല. സോ തന്നിട്ടുള്ള സാധനങ്ങളിൽ നിന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നിട്ടുള്ള സാധനങ്ങൾ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം. സോ ഇവിടെ നമുക്ക് V²/R എന്നുള്ള ഇക്വേഷൻ എടുക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം P1 ചെയ്യാം. P1 is equal to V1²/R. V1 എത്രയാണ്? V1 230 ആണ്. അപ്പോൾ 230 square by 529 and P2 എന്ന് പറയുന്നത് 115 square by 529. ഇത് ആദ്യം ഇത് ചെയ്യുമ്പോൾ എത്ര വരും എന്നറിയോ? 100 വരും. 100 വാട്ട് എന്ന് വരും. ആൻഡ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 25 വാട്ട് ആയിരിക്കും വരും.
P2 is equal to P1 is equal to ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പൊ ഈ ഇവിടെ ഇതാണ് രണ്ട് പവറിൽ വരുന്ന സമയത്ത് 230 കൊടുക്കുമ്പോൾ 100 വാട്ട് ആയിരിക്കും വരിക. നമ്മള് എന്താ പറയുക വോൾട്ടേജ് കുറയ്ക്കുന്ന സമയത്ത് പവർ കുറയും എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ചിലപ്പോൾ ഇതിന്റെ ഡിഫറൻസ് കൂടെ ചോദിക്കാം. എങ്ങാനും ഡിഫറൻസ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. 100 മൈനസ് 25 ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ എത്ര ഉണ്ട്? 75 ആണ്. രണ്ടും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ്, മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്. ഒരു കുഞ്ഞു ചോദ്യമാണ്, 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. സോ ഇത് നമ്മുടെ ചാപ്റ്റർ അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പറയണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ചോദിക്കുക. ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഇട്ടിട്ടുണ്ട്. സോ മടിക്കാതെ ചോദിക്കുക. എന്ത് ക്ലാരിഫിക്കേഷൻസും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ചെയ്യാൻ, ഞങ്ങൾ നോട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.